ശബരിമല സന്നിധാനത്ത് മണ്ഡല പൂജയ്ക്ക് 3 ദിവസം മാത്രം ശേഷിക്കെ ഭക്തജന തിരക്ക് തുടരുന്നു. അതേസമയം അയ്യപ്പനെ ചാർത്താനുള്ള തങ്ക അങ്കിയുമായി ഘോഷയാത്ര ഇന്ന് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കും. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്നും നിതിൻ പ്രഭാകരൻ ചേരുന്നു. നിതിൻ, അയ്യപ്പനെ ചാർത്താനുള്ള തങ്ക അങ്കിയുമായി ഘോഷയാത്ര ഇന്ന് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കും. എപ്പോഴാണ് ആരംഭിക്കുക? കൂടാതെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ജനത്തിരക്ക്, ഭക്തജന തിരക്ക് മണ്ഡല പൂജയോടനുബന്ധിച്ച് ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഇവരെ നിയന്ത്രിക്കാനുള്ള ക്രമീകരണങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? വിവരങ്ങൾ. വൃന്ദ, ശബരിമല സന്നിധാനത്തും പരിസരത്തും അഭൂതപൂർവമായ ഭക്തജന തിരക്കാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സോപാനത്തിന് മുന്നിൽ അയ്യപ്പനെ കണ്ട് ദർശനം നടത്തി തൊഴാൻ നൂറുകണക്കിനായ അയ്യപ്പ ഭക്തരാണ് സോപാനത്തിന് മുന്നിൽ മാത്രം നിൽക്കുന്നത്. വലിയ നടപ്പന്തലിലും പുറത്തുമെല്ലാം തന്നെ സമാന രൂപത്തിലുള്ള തിരക്ക് ആണ് അനുഭവപ്പെടുന്നത്. 25-ന്, അതായത് ബുധനാഴ്ചയാണ് മണ്ഡല പൂജ നടക്കുന്നത്. ആ മണ്ഡല പൂജയ്ക്ക് മുന്നോടിയായി കൂടുതൽ അയ്യപ്പ ഭക്തർ ശബരിമല സന്നിധാനത്തേക്ക് ഒഴുകി എത്തുന്ന ഒരു കാഴ്ച, പ്രത്യേകിച്ച് ഇതര സംസ്ഥാനത്ത് നടക്കം കൂടുതൽ ഭക്തർ ഇവിടേക്ക് എത്തുകയാണ്. ആന്ധ്ര, തമിഴ്നാട്, തെലങ്കാന, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരുടെ ഒരു കുത്തൊഴുക്ക് തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. ഇന്നലെ 80,000-ലധികം തീർത്ഥാടകർ വിർച്വൽ ക്യൂ സ്പോട്ട് ബുക്കിംഗ് വഴി മാത്രം സന്നിധാനത്ത് ദർശനം നടത്തിയിട്ടുണ്ട്. പുൽമേട് വഴിയും അതോടൊപ്പം തന്നെ എരുമേലി വഴിയും എത്തിയ തീർത്ഥാടകരുടെ എണ്ണത്തിന് പുറത്താണിത്. ഈ കണക്ക് അതിന് തൊട്ട് താഴെയുള്ള ദിവസം 96,000-ലധികം തീർത്ഥാടകരായിരുന്നു സന്നിധാനത്ത് ദർശനത്തിനായി എത്തിയത്. എന്തായാലും തീർത്ഥാടകരുടെ എണ്ണത്തിലും വരുമാനത്തിൻ്റെ എണ്ണത്തിലും വലിയ വർധനവാണ് ശബരിമല സന്നിധാനത്ത് ഈ മണ്ഡലകാല സീസണിൽ ഉള്ളത് എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ മാസം 25-ന്, അതായത് ബുധനാഴ്ചയാണ് ശബരിമല സന്നിധാനത്ത് മണ്ഡല പൂജ നടക്കുക. മണ്ഡല പൂജയ്ക്ക് മുന്നോടിയായി മണ്ഡല പൂജ ദിവസം അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കിയുമായുള്ള ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞു. വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം 25-ന് ഉച്ചയ്ക്ക് ശേഷം നട തുറക്കുന്നതോടുകൂടി ശരംകുത്തിയിൽ ഈ ഘോഷയാത്ര എത്തിച്ചേരും. അവിടുന്ന് ദേവസ്വം ബോർഡ് അധികൃതരും മറ്റ് ക്ഷേത്രം ജീവനക്കാരും വിശ്വാസികളും അടക്കം ചേർന്ന് ഈ തങ്കയങ്കി ഘോഷയാത്രയെ സ്വീകരിച്ച് 18-ാം പടി കയറ്റിയതിനു ശേഷം ദീപാരാധനാ സമയത്ത് അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കയങ്കി ചാർത്തും. ആ തങ്കയങ്കി ചാർത്തിയതിനു ശേഷം 26-ന് മണ്ഡലമാസ പൂജകൾക്ക് സമാപനം കുറിച്ച് 26-ന് നടയടയ്ക്കും. എന്തായാലും പ്രസന്നമായ കാലാവസ്ഥയാണ് എന്നുള്ളത്, മഴ മാറി നിൽക്കുന്ന ഒരു അന്തരീക്ഷം. അതുകൊണ്ട് തന്നെ കൂടുതൽ അയ്യപ്പ ഭക്തർ ഇന്നും ശബരിമലയിൽ ദർശനത്തിനെത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു മിനിറ്റിൽ ഏകദേശം 80-നും 85-നും ഇടയിൽ അയ്യപ്പ ഭക്തർ 18-ാം പടി കയറുന്നുണ്ട്. പോലീസിന്റെ നേതൃത്വത്തിൽ അയ്യപ്പ ഭക്തർക്ക് സുഗമമായ ദർശനം ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ ക്രമീകരിച്ചിട്ടുണ്ട്. മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും അയ്യപ്പ ഭക്തർക്ക് വേണ്ട ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കി നൽകുന്നു. ശബരിമല സന്നിധാനത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട് കൂടുതൽ നേരം വരി നിൽക്കേണ്ട ഒരു സാഹചര്യം വരുന്നില്ല. കൂടുതൽ അയ്യപ്പ ഭക്തർ എത്തുന്നുണ്ട്, കൂടുതൽ വരുമാനമുണ്ട്. പക്ഷേ കൂടുതൽ നേരം മുൻകാലങ്ങളെല്ലാം തന്നെ മണിക്കൂറുകൾ വരി നിന്ന് അയ്യപ്പനെ കണ്ട് തൊഴുതു മടങ്ങേണ്ട ഒരു സാഹചര്യമായിരുന്നു അയ്യപ്പ ഭക്തർക്കുണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അങ്ങനെയല്ല. മണിക്കൂറുകളോളം വരി നിൽക്കേണ്ട ഒരു സാഹചര്യമില്ല. ആ ഒരു കാര്യത്തിൽ ഭക്തർക്ക് വലിയ ആശ്വാസം തന്നെയാണ് ഉള്ളത്. എന്തായാലും ശബരിമല സന്നിധാനത്തേക്ക് ഇന്ന് പുലർച്ചെ 3 മണിക്ക് നട തുറന്നത് മുതൽ അയ്യപ്പ ഭക്തരുടെ ഇടതടവില്ലാത്ത പ്രവാഹമാണ് കാണുന്നത്. ആ പ്രവാഹം ഇനി വൈകിട്ട് 11 മണിക്ക് 10:50-ന് ഹരിവരാസനം പാടി നടയടയ്ക്കുന്നത് വരെ ആ വലിയ അയ്യപ്പ ഭക്തരുടെ ആ വലിയ പ്രവാഹം ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇവിടെ ദർശനത്തിനായി എത്തും. കഴിഞ്ഞ ദിവസം AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും രാജ്മോഹൻ ഉണ്ണിത്താൻ MP അടക്കമുള്ളവർ സന്നിധാനത്ത് ദർശനം നടത്തിയിരുന്നു. ഇന്ന് രമേശ് ചെന്നിത്തല ദർശനത്തിനായി എത്തുന്നുണ്ട്. വളരെ വലിയ ഭക്തരുടെ ഒരു വലിയ തിരക്ക് നമുക്കിപ്പോഴും നടപ്പന്തലിലും പുറത്തുമെല്ലാം തന്നെ കാണാൻ കഴിയുന്നു. പമ്പയിലടക്കം ഭക്തരുടെ ഒരു വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിലയ്ക്കൽ നിന്നും പമ്പയിലെത്തുന്ന തീർത്ഥാടകർ പമ്പാ നദിയിലെ പുണ്യസ്നാനത്തിന് പൂർത്തിയാക്കിയാണ് മല ചവിട്ടുന്നത്. കല്ലും മുള്ളും നിറഞ്ഞ കാനനപാത ചവിട്ടി 41 ദിവസത്തെ പുണ്യവ്രതത്തിന് സമാപനം കുറിച്ച് അയ്യപ്പനെ കണ്ട് തങ്ങളുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ആവലാതികളും എല്ലാം അയ്യപ്പന്റെ മുന്നിൽ പങ്കുവെച്ച് ആശ്വാസം നേടി മനസ്സും ശരീരവും അയ്യപ്പനിൽ അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ അയ്യപ്പ ഭക്തനും ശബരിമല സന്നിധാനത്ത് നിന്നും തിരിച്ചിറങ്ങുന്നത്. ആ ശരണം വിളികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ, ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ മുഴുകിയിരിക്കുകയാണ് അയ്യപ്പന്റെ കലിയുഗ വരദന്റെ കാനന മധ്യത്തിലെ ഈ തിരുസന്നിധി. വൃന്ദ, ശരി. സന്നിധാനത്ത് നിന്നും നിതിൻ പ്രഭാകരനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.